ഇന്ന് ചവച്ചോ വെച്ച് ഊണിന് പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ചെയ്യുന്നത്. ഇതുപോലൊരു ഒഴിച്ചുകറി ചവച്ചോ വെച്ച് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ കണ്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാം മറക്കല്ലേ. പച്ചപ്പയർ എടുത്തിട്ടുണ്ട്. കുതിർത്തതിന് ശേഷമാണ് 2 തവി ചെറിയൊരു കുക്കറിനകത്ത് ഇടുകയാണ്. തവിയുടെ അളവാകുമ്പോൾ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അത് വേകാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ചേർത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതലായൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, സാരമില്ല, അത് മാറ്റി വയ്ക്കുക. ഇനി 2 ചവച്ചവാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 കിലോളം വരുന്നുണ്ട്. ഇനി അടുക്കളത്തോട്ടമൊക്കെ ചെയ്യുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടി ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞു പോവുകയാണേ. നമ്മൾ മേടിച്ച ചവച്ചവ് ഉപയോഗിക്കാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് 2 ആഴ്ചയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്തും ഇങ്ങനെ മുറ്റിയ അല്ലെങ്കിൽ മൂത്ത ചവച്ചവിൻ്റെ ഇങ്ങനെ ചൂട് ഭാഗം തന്നെ ഇങ്ങനെ പൊളന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമേ. അങ്ങനെ ആ പൊളർന്ന ഭാഗത്ത് നോക്കാമെന്നുണ്ടെങ്കിൽ അതിനകത്തെ കുരു ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുമേ. അങ്ങനെയുള്ള ചവച്ചവ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ആ ചവച്ചവ് എടുത്തുകൊണ്ട് പകുതി ഭാഗം മണ്ണിന് താഴെയും പകുതി മേളിലുമായിട്ട് ഇങ്ങനെ താഴ്ത്തി വെക്കുക. മണ്ണിനകത്തോട്ട് താഴ്ത്തി വയ്ക്കുക. ഓരോ ദിവസം കഴിയും തോറും ആ കുരു ഇങ്ങനെ വെളിയിലോട്ട് തള്ളി വരുന്നതായിട്ട് കാണും. ആ കുരുവിൻ്റെ അവിടെ നിന്ന് പകുതി ഭാഗം മേളിലോട്ട് ഇലയും തണ്ടുമായിട്ട് വളർന്നു വരും. താഴോട്ട് വേരുമായിട്ട് വരുന്ന കാണാമേ. ആ വേര് വരുന്ന സമയത്ത് മണ്ണിങ്ങനെ ലൈറ്റായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ചുറ്റുമുള്ള മണ്ണൊന്ന് ലൈറ്റായിട്ട് നനച്ച് കൊടുക്കാവൂ. ഈ കായുടെ മുകളിൽ വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. അല്പം ഒന്ന് വളർന്ന് ഒരു 2 ഇല വന്നതിന് ശേഷം വേറെ ഒരു കുഴിയിലോട്ട് മാറ്റുകയോ അങ്ങനെ തന്നെ വളർത്തിയെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഉപകാരമാവുന്നവർക്ക് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. ഇനി കാര്യത്തിലോട്ട് വരാമേ. ഒരു വെജിറ്റബിൾ പീലർ വെച്ച് ഞാൻ അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും കഴുകിയതിന് ശേഷം വെള്ളം വാർന്നെടുക്കണേ. ഇതിലൊരു കറയുണ്ട്, അത് മാറാൻ വേണ്ടിയാണ്. ഇനി അതേ സെയിം കുക്കറിൽ തന്നെ കഷ്ണങ്ങളാക്കിയത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. 2 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുക. എല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3-4 മിനിറ്റ് നേരത്തേനെ അങ്ങനെ വെച്ചേക്കും. അതിനുശേഷം തുറന്ന് നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് അങ്ങനെ കുഴഞ്ഞു പോകാതെ വെന്ത് കിട്ടുവേ. കുഴഞ്ഞു പോകുന്ന പേടിയുള്ളവരാണെങ്കിൽ കുക്കറിൽ വയ്ക്കാതെ നേരിട്ട് പാത്രത്തിൽ വെച്ചാൽ മതി. വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാടൊന്നും ഉടഞ്ഞു പോകാതെ കിട്ടിയിട്ടുമുണ്ട്. ഈ വെള്ളമെല്ലാം അതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങിയതാണ്. ഇങ്ങനെ എടുക്കണേ. കുക്കറിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് കുറച്ച് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമേ. ഞാൻ ഈ ചവച്ചവ് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണേ. ഇനി ഇതിനകത്ത് ഒരു അരപ്പ് ചേർക്കാനുണ്ട്. അതുപോലെ തന്നെ ഉള്ളി ചേർക്കാനുണ്ട്. വെള്ളം ചേർത്തപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ആവശ്യമായിട്ട് വരും. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ആ പയർ വേവിച്ചത് വെള്ളത്തോട് കൂടി ചേർക്കുവാണേ. അപ്പോൾ അരപ്പ്, പയറിൻ്റെ വെള്ളം ഇതെല്ലാം കണക്കാക്കി വേണം ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാനായിട്ട്. എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കുകയാണ്. ഇനി ഒരു അരപ്പ് അരച്ചെടുക്കാം. 2 തവി തിരുമിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. 2 വെളുത്തുള്ളി, ഒരൽപ്പം ജീരകം, ഒരുപാട് അരയ്ക്കല്ലേ. ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ കറിക്കകത്ത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം വരുമേ. കുറച്ച് കളർ നല്ലതാണ്. കുറച്ച് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ് ഈ സമയത്ത്. കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറേശ്ശെയായിട്ട് കറി കുറച്ച് കട്ടിയാവുകയും ചെയ്യും. ആ വെന്ത ചവച്ചവൊക്കെ ലൈറ്റായിട്ടൊക്കെ ഉടഞ്ഞൊക്കെ ഇതിനകത്ത് ചേരുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. കറിയുടെ കളറൊക്കെ കുറച്ച് ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കുക. ഇതുവരെ ഉള്ളി ചേർത്തിട്ടില്ല. ഇതൊന്ന് തിളച്ച് വരണേ. സൈഡൊക്കെ ഇങ്ങനെ ബബിൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ലവണ്ണം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഈ ഒരു സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതിൽ ഒരു ഉള്ളി വഴറ്റിയിടാനായിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 8-10 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കണം. നന്നായിട്ടത് വഴറ്റിയിടണേ. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ചെറിയ ഇങ്ങനെ കരിഞ്ഞു പോകാൻ പാടില്ല. ഒരേപോലെ വഴന്ന് കിട്ടണേ. ഉള്ളിയൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് വഴന്ന് കിട്ടണം. കരിഞ്ഞു പോകാതെ കിട്ടണേ. എണ്ണയൊക്കെ ഒന്ന് വടിച്ചെടുത്തതിന് ശേഷം അതുകൂടി ഈ കറിക്കകത്തോട്ട് ചേർക്കുകയാണ്. ഉള്ളി വഴന്ന് കിട്ടിയത് കണ്ട അതുപോലെ എടുക്കണം. നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിൽ കടുക് താളിക്കാനുണ്ട്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. കുറച്ച് ബാക്കി എണ്ണയുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. 3-4 കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പകുതി വഴന്നതിന് ശേഷമാണ് ഞാൻ ചുവന്ന മുളക് ചേർക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് കരിഞ്ഞു പോകത്തില്ല. കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കുകയാണേ. ഇനി ഇളക്കിക്കൊണ്ട് തന്നെ ഇതൊന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആവുന്ന രീതിയിൽ വഴറ്റിയെടുക്കണേ. ഇങ്ങനെ ബ്രൗൺ ആക്കി എടുക്കണം. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് പെട്ടെന്നൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം കറിക്കകത്തൊഴിക്കണേ. കടുക് താളിച്ചൊഴിച്ചതിന് ശേഷം കറി ഒരു 2-3 മിനിറ്റ് നേരത്തെ ഒന്ന് മൂടി വെക്കണേ. ഇതിനകത്ത് ഉള്ളി നമ്മൾ ലാസ്റ്റിലാണ് ചേർത്തിരിക്കുന്നത്. ആ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കറി നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് അറിയുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഉച്ചയൂണിന് പറ്റിയൊരു കറിയാണ്. നിങ്ങൾ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.